ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം സ്ട്രീംസ് എന്ന് പറഞ്ഞ ക്ലാസ് എടുത്തല്ലേ, സ്ട്രീംസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ ഒരു ഗെറ്റ് സി ആൻഡ് പുട്ട് സി വെച്ചിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്ട്രിംഗ് റീഡ് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ കൗണ്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗെറ്റ് സി ആൻഡ് പുട്ട് സി എന്ന് പറയുമ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സിംഗിൾ ക്യാരക്ടർ റീഡ് ആൻഡ് റൈറ്റിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? ഒരു ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, കൗണ്ടിനെ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. അതിനുശേഷം നമ്മളൊരു പ്രോംപ്റ്റിംഗ് മെസ്സേജ് ഇൻപുട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കൊടുത്തു അല്ലേ. എന്നിട്ട് സിഇൻ ഡോട്ട് ഗെറ്റ് ഫംഗ്ഷൻ, എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്? സിഇൻ നോർമലി നമ്മൾ സിഇൻ ഓപ്പറേറ്റർ അല്ലേ പറയുന്നത്. അപ്പോൾ സിഇൻ ഡോട്ട് ഗെറ്റ് ഫംഗ്ഷൻ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എന്താണ്? ഗെറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് IO സ്ട്രീമിനകത്തുള്ള ഒരു മെമ്പർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പം ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് മെമ്പർ ഫംഗ്ഷനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. നമ്മൾ പറഞ്ഞു സിഇൻ ആൻഡ് സി ഔട്ട് എന്ന് പറയുന്നത് ആ ക്ലാസിന്റെ ഐ സ്ട്രീമിന്റെയും ഓ സ്ട്രീമിന്റെയും ഒബ്ജക്ട്സ് ആണ്, ബിൽറ്റിൻ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ്. അപ്പൊ ആ ഒബ്ജക്ട്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഗെറ്റ് ഫംഗ്ഷനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ പറയാം? അതായത് മെമ്പർ ഫംഗ്ഷനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ പറയണം? ഒബ്ജക്റ്റ് ഡോട്ട് മെമ്പർ നെയിം. അതുകൊണ്ടാണ് സിഇൻ ഡോട്ട് ഗെറ്റ് ബ്രാക്കറ്റിനകത്ത് സി എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ കൊടുത്തത്. ഓക്കെ, അതിനുശേഷം ഇവിടെ എന്താ പറഞ്ഞ? വൈൽ സി നോട്ട് ഈക്വൽ ടു /n, അതായത് ലൈൻ എൻഡ് അല്ലെങ്കിൽ അല്ലെ. നമ്മളിവിടെ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ടാണ് ഡാറ്റ റീഡ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ റീഡ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുന്നുണ്ട്. അതായത് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ എന്താണ്? ന്യൂ ലൈൻ ആയില്ലേ, നെക്സ്റ്റ് ലൈൻ ആയി. അതുകൊണ്ടാണ് ഇവിടെ /n ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നോട്ട് ഈക്വൽ ടു /n ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതിനുശേഷം വയലിനകത്ത് എന്താ പറഞ്ഞത്? സി ഔട്ട് ഡോട്ട് പുട്ട് അല്ലേ, ബ്രാക്കറ്റിനകത്ത് സി പറഞ്ഞു അല്ലേ. അപ്പൊ എന്താണ്? ഒരു ക്യാരക്ടറിനെ പ്രിന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? അതിനെ കൗണ്ട് ഇൻക്രീസ് ചെയ്യും വേണം. കൗണ്ട് ബിഗിനിങ് നമ്മൾ 0 ആയിട്ടാണ് ഇനിഷ്യലൈസ് ചെയ്ത്, അപ്പോൾ അതിനെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്ത്? വീണ്ടും ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് ഗെറ്റ് ചെയ്യണം അല്ലേ. സ്ട്രീമിൽ നിന്ന് ഗെറ്റ് ചെയ്യുക, ഇതിനകത്തോട്ട് കൗണ്ട് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ലൂപ്പിൽ നിന്ന് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എന്തായി? ഇവിടെ കൗണ്ട് എന്തായി? കൗണ്ടിനെ ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഓരോ പ്രാവശ്യവും നമുക്ക് അതിനെ ക്ലിയർ ചെയ്ത് വരണമെങ്കിൽ എന്താണ്? CLR SCR എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ കൊടുക്കണം, അല്ലെങ്കിൽ സ്ക്രീൻ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുക? നേരത്തെ പ്രിന്റിങ് ഇവിടെ നമുക്ക് ഇവിടെ ഉണ്ടാവും അല്ലേ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കേട്ടോ, നമ്മൾ കൊടുത്ത ഇൻപുട്ട് ടെക്സ്റ്റ് വന്നു. ഞാനിവിടെ ശ്രീലത എന്ന് തന്നെ കൊടുക്കാം, ശ്രീലത. ഓക്കെ, എൻ്റർ അടിക്കുന്ന സമയത്ത് എന്താണ്? ശ്രീലത എന്നുള്ളത് പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, അതിവിടെ ഗ്യാപ്പ് ഇല്ലാതെ പ്രിന്റ് ചെയ്തുകൊണ്ടാണ് ശ്രീലത എന്നുള്ളത് ചേർന്ന് വന്നേക്കുവാണ്. ഓക്കെ, നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എത്ര വന്നു? 9 വന്നു. അപ്പോൾ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യാനും അത് പ്രിന്റ് ചെയ്യാനും നമുക്കിവിടെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗെറ്റ് ആൻഡ് പുട്ട് എന്ന് പറയുന്ന മെമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഗെറ്റ് ലൈൻ ആൻഡ് റൈറ്റ് ഫംഗ്ഷൻ ആണ് പറയുന്നത്. അത് ഗെറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്പർ സ്ട്രിംഗ് റീഡ് ചെയ്യാൻ അല്ലേ, മോർ ദാൻ 1 ക്യാരക്ടർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് ലൈൻ യൂസ് ചെയ്യുന്നത്. അത് മെമ്പർ ഫംഗ്ഷൻ ആണ്. റൈറ്റ് ഫംഗ്ഷനും അതുപോലെ ഗെറ്റ് ലൈൻ ഫംഗ്ഷനും മെമ്പർ ഫംഗ്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുക? ഇവിടെ സിഇൻ ഡോട്ട് ഗെറ്റ് ലൈൻ കൊടുക്കണം അല്ലേ. ബ്രാക്കറ്റിനകത്ത് എന്ത് പറയാം? നമ്മളിവിടെ ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അറേ നെയിം കോമ എത്രയാണ്, അതിന്റെ എത്ര ക്യാരക്ടേഴ്സ് നമുക്ക് റീഡ് ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് പറയാം. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ ഇൻഡ് n = strlen ഓഫ് നെയിം പറഞ്ഞു. strlen കൊടുക്കുന്ന സമയത്ത് മേളിൽ നമ്മൾ എന്താണ്? string dot h എന്ന് പറയുന്ന ഹെഡർ ഫയൽ നമ്മളിവിടെ പറയണം, സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ അത് കൊടുത്തിട്ട് എന്താ ചെയ്ത? നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് അവിടെ കൗണ്ട് ചെയ്തു അല്ലെ. strlen പറയുമ്പോൾ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടാണ്, ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അല്ലെ. അപ്പൊ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് അവിടെ കിട്ടി. അതിനുശേഷം നമ്മൾ പറഞ്ഞു റൈറ്റ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് നോർമലി നമ്മൾ ഇൻഡെക്സ് പൊസിഷൻ ഒക്കെ പറയുമ്പോൾ 0 to n-1 ആ പറയുന്നത് അല്ലേ. പക്ഷെ റൈറ്റ് ഫംഗ്ഷനിൽ വരുമ്പോൾ നമ്മൾ എന്താണ്? 1 to n ആണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഫോർ i = i നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഡിക്ലറേഷൻ കൊടുത്തു. ഇൻഡ് i = 1, i <= n, i++ പറഞ്ഞു. ഓക്കെ, അതിനുശേഷം എന്താണ്? സി ഔട്ടിനകത്ത് റൈറ്റ് നെയിം കോമ i. അപ്പൊ ആദ്യം ഐയുടെ വാല്യൂ 1 ആണ്. അപ്പൊ എന്താണ്? സിംഗിൾ ക്യാരക്ടർ പ്രിന്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ന്യൂ ലൈൻ ഇടാൻ പറഞ്ഞു. ന്യൂ ലൈൻ ഇടാൻ പറഞ്ഞിട്ട് ഫോർ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യാണ്. നെക്സ്റ്റ് വരുമ്പോൾ ഐയുടെ വാല്യൂ എന്തായി? 2i. അപ്പൊ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യും? 2 ക്യാരക്ടർ പ്രിന്റ് ചെയ്യും. വീണ്ടും ന്യൂ ലൈൻ വന്നു, ഐയുടെ വാല്യൂ 3i. മനസ്സിലായോ? അങ്ങനെ പോകും. അപ്പോൾ അവിടെ 3 ക്യാരക്ടർ, അടുത്ത 3 ക്യാരക്ടർ പ്രിന്റ് ചെയ്യും, പിന്നെ 4 ക്യാരക്ടർ പ്രിന്റ് ചെയ്യും. അങ്ങനെ എത്ര ലെങ്ത് ഉണ്ടോ അത്രയും ലൈൻസ് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം.
റൺ ചെയ്യുന്നതിന് മുന്നേ നമുക്കിവിടെ ഒരു സെപ്പറേഷൻ കൊടുക്കേണ്ടതുണ്ട്. ഒരു ന്യൂ ലൈൻ ഇടാം. ഓക്കെ, അവിടെ ഒരു ലൈൻ സെപ്പറേഷൻ കൊടുത്താൽ അല്ലെങ്കിൽ നമുക്കത് എൻ്റർ ചെയ്യുമ്പോഴേ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഓക്കെ, ഞാൻ സേവ് ചെയ്തു. അതിനുശേഷം നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ ബിഗിനിങ്ങിലുള്ള ആ ഒരു ഇൻപുട്ട് ടെക്സ്റ്റ് കിടപ്പുണ്ടല്ലേ, ഞാനിവിടെ വെറുതെ ശ്രീ എന്ന് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത സെക്കൻഡ് റീഡിന് വേണ്ടി ഗെറ്റ് ലൈൻ്റെ റീഡിന് വേണ്ടി നിൽക്കുവാണ്. അപ്പം ഞാനിവിടെ എന്ത് കൊടുത്തു, ശ്രീലത എന്ന് ഞാൻ കൊടുക്കുവാണ്. കണ്ടോ, ഫസ്റ്റ് ലൈനിൽ എസ് പ്രിന്റ് ചെയ്തു, അടുത്ത സെക്കൻഡ് ലൈനിൽ SR പ്രിന്റ് ചെയ്തു, SRE പ്രിന്റ് ചെയ്തു, SREE പ്രിന്റ് ചെയ്തു. കണ്ടോ, ഏറ്റവും ലാസ്റ്റിൽ എന്താണ് ഫുൾ നെയിം അവിടെ ശ്രീലത എന്നുള്ളത് പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് റൈറ്റ് ഫംഗ്ഷൻ വെച്ചിട്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റും. മറ്റേതാണെങ്കിൽ അങ്ങനെയല്ല, സി ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ലിമിറ്റ് ചെയ്യാൻ ഒക്കില്ല അല്ലേ. നമ്മൾ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ടൊക്കെ ഗെറ്റ് ചെയ്ത് പുട്ട് ചെയ്തൊക്കെ പ്രിന്റ് ചെയ്ത് എടുക്കേണ്ടി വരും. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് റൈറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ലിമിറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഗെറ്റ് ആൻഡ് പുട്ട് ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞതെല്ലാം എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇത് വേണമെന്നുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രോഗ്രാമിംഗ് പഠിക്കുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.